നമ്മൾ അധിക പേരും ചെയ്യാറ് ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. ആ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡിലീറ്റ് ബ്രൗസറിംഗ് ഡാറ്റ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓൾ ടൈം കൊടുക്കും. ഈ ഓൾ ടൈം കൊടുത്ത് ഇവിടെ ഡിലീറ്റ് ഡാറ്റയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവർ സൂക്ഷിച്ചോളി. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. പക്ഷേ ഇത്രയും നിങ്ങൾ എന്ത് ഫോണിൽ സെർച്ച് ചെയ്യുന്നതും ഇതുപോലെ ഡിലീറ്റ് ആക്കലല്ല വേണ്ടത്. മറ്റൊരിടത്ത് ഇത് സേവ് ആകുന്നുണ്ട്. അറിയുന്ന ഒരാൾ വന്ന് അവിടെ ചെക്ക് ചെയ്താൽ നിങ്ങൾ സെർച്ച് ചെയ്തൊക്കെ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലായിടത്തും ആ സേവായി കിടക്കുന്ന ഭാഗത്ത് പോയിട്ട് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഈ ഗൂഗിൾ എന്ന ഭാഗത്ത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മറ്റൊരിടത്തേക്ക് പോകും. ഇവിടെ നമ്മൾക്ക് വേണമെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഏത് ജിമെയിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ജിമെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മറ്റൊരു ഭാഗത്തെത്തും. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഈ ഒരു പേജ് ഓപ്പൺ ആക്കിയതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെ കാണാൻ സാധിക്കും ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ച് അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും വെബ് ആപ്പ് ആക്ടിവിറ്റി പറഞ്ഞിട്ട് ഇവിടെ ഓണാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഈ ഒരു പേജാണ് ഓപ്പൺ ആകുക. അപ്പോൾ ഇതിൽ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ അവിടെ കാണാൻ സാധിക്കും മാനേജ് ഓൾ വെബ് ആപ്പ് ആക്ടിവിറ്റി പറഞ്ഞ ഓപ്ഷൻ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നേരത്തെ ഞാൻ ഡിലീറ്റ് ആക്കിയതൊന്നും ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ടാവില്ല. കാരണം എല്ലാ കുന്തവും ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരുപാടുണ്ട് ഇവിടെ നമുക്കിവിടെ സെലക്ട് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഡിലീറ്റ് ആക്കേണ്ടത് ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഡിലീറ്റ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ലാസ്റ്റ് അവർ ഉണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഓൾവേസ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ ഒരു ഫോണിൽ എപ്പം സെർച്ച് ചെയ്തതും അത് നമുക്ക് ഒറ്റ അടിക്ക് ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് അടിച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് കസ്റ്റം റേഞ്ച് പറഞ്ഞ ഓപ്ഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ഡേറ്റ് ഇവിടെ ഫിക്സ് ചെയ്യാം. ആ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ, അതായത് ഒരു ഡേറ്റ് ഇവിടെ കൊടുക്കുക, എന്നിട്ട് ഈ ഡേറ്റ് അതിന് ശേഷം ഒരു 5-6 ദിവസം. അപ്പോൾ ഈ ഒരു ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ ഉള്ളതിൽ എന്തൊക്കെ നമ്മൾ സെർച്ച് ചെയ്തോ അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇതുപോലെ നെക്സ്റ്റ് അടിച്ചാൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.